ലൈക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലൈക്ക് ഇൻസ്റ്റാ കോടതി എന്നൊക്കെ പറയാം, അതിലത്തെ ഒരു വൻമരം വീണതായിട്ട് അറിഞ്ഞു. സോ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഡ്രഗ്സ് യൂസിനെ കുറിച്ചിട്ട് ഘോരഘോരമായി പ്രസംഗിച്ചിരുന്ന എൻ്റെ കാസറ്റ് എന്ന വ്യക്തി ഇന്നലെ ഏതോ കിക്ക് എന്ന് പറഞ്ഞ ഏതൊരു പ്ലാറ്റ്ഫോമിൽ ലൈവിൽ വന്നിട്ട് ലൈവായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സർക്കുലേറ്റ് ആവുന്നത്. ആ പുള്ളിക്കാരൻ അറിയാതെയാണ് ലൈവ് പോയതെന്നൊക്കെ പറയുന്നുണ്ട്. അറിയത്തില്ല എന്താണ് സത്യാവസ്ഥ എന്നുള്ളത്, അറിയത്തില്ല. സോ ഇതെന്നൊക്കെ എന്താണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ടും വിവരവും ബോധവും ആൾക്കാർക്ക് വെച്ചിട്ടില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പിന്നെ ഇതാണ് ചക്കയാണ് മാങ്ങയാണ് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വിശ്വസിച്ച് അവർ പറയുന്നത് വേദവാക്യം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ക്രൂശിക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ടിൽ പോയിട്ട് അതിൻ്റെ അടിയിൽ നെഗറ്റീവ് കമന്റ് അടിക്കുന്നു. നിങ്ങൾ വിഡ്ഢികളല്ലേ, നിങ്ങൾ വിഡ്ഢികളായില്ലേ ഇപ്പോൾ? സോ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരാളെ നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ നമ്മൾ അനാവശ്യമായി ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ വന്നിട്ട് സംസാരിക്കും, നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം സംസാരിക്കും. ഒരാളെ അത്രയും തേജോവധം ചെയ്യുമ്പോൾ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ ഇപ്പം ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ നമ്മൾ ശരി ഇതാണ് തെറ്റ് ഇതാണ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾക്ക് ഈ ലോയുടെ ആവശ്യമില്ലല്ലോ നമ്മുടെ രാജ്യത്ത്. ഇനി എൻ്റെ കാസറ്റ് ദുബായിലാണെന്നാണ് പറയുന്നത്. ദുബായിൽ ഇരുന്നിട്ടാണ് ലൈവിൽ പോയിട്ട് ഡ്രഗ് യൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. എന്താവും എന്നുള്ളത് കണ്ടറിയാം. സോ ഇനിയെങ്കിലും കണ്ണടച്ച് അങ്ങോട്ട് വിശ്വസിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും സെറ്റാണ്, ഓൻ പുള്ളിയാണ്, ഓനാണാണ്, കുട്ടനാണ്, ആടാണ് എന്നൊക്കെ പറയുന്നതിന് പകരം സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിച്ച് നോക്കാം. ഇപ്പം എൻ്റെ കാസറ്റിനെ എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ ഒക്കെ കഥ എന്താന്നുള്ളത് പഠിച്ചവന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ശരി, ബൈ.